നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. കദ്രുമാതാവിന് 1000 സർപ്പങ്ങൾ സന്തതികളായി ഉണ്ടായെങ്കിലും അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ 8 നാഗങ്ങളാണ്. അനന്തൻ, വാസുകി, പത്മനാഭൻ, കംഭലൻ, ശംഖപാലൻ, ധൃതരാഷ്ട്രൻ, തക്ഷകൻ, കാളിയൻ ഇവരാണ് ആ പ്രധാനപ്പെട്ട 8 നാഗങ്ങൾ. ഇവരെയാണ് അഷ്ടനാഗങ്ങൾ എന്ന് പറയുന്നത്. ചിലർ നവനാഗങ്ങളാണ് പ്രധാനപ്പെട്ടവ എന്ന് കരുതുന്നുണ്ട്. അതായത് ഇതിൽ പറഞ്ഞ അനന്തൻ തപസ്സു മൂലം ബ്രഹ്മാവിൻ്റെ വരം നേടി ആദിശേഷനായി തീർന്നു. ആ നാഗത്തിന് ഒരിക്കലും പ്രളയകാലത്ത് പോലും നാശമുണ്ടാകില്ല എന്നുള്ളതായിരിക്കുന്ന വരമാണ് ലഭിച്ചത്. ആ ആദിശേഷനെ പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ 9, അതായത് നവനാഗങ്ങൾ. നവനാഗപൂജ പല കാര്യങ്ങൾക്കും വിശേഷമാണ്. സൗഭാഗ്യങ്ങളും സന്താനാദി അഭിവൃദ്ധിയും ആരോഗ്യാദി അഭിവൃദ്ധിയും ഇതിൻ്റെ ഫലമാണ്. അഷ്ടനാഗങ്ങളും നവനാഗങ്ങളും പ്രത്യേകം വിശേഷപ്പെട്ട സർപ്പങ്ങളാണ്. നാഗങ്ങളെ പൂജിക്കുക വഴി ഐശ്വര്യം കൈവരും. സർപ്പപ്രീതിരവശ്യമേവ കരണീയ ആരോഗ്യപുത്രാപ്തയിൽ എന്നുള്ളതായിരിക്കുന്ന പ്രമാണത്തിൽ സർപ്പപ്രീതി വരുത്തേണ്ടത് ആരോഗ്യവും സന്താന അഭിവൃദ്ധിയും ഉണ്ടാകുവാൻ ആവശ്യമാണ് എന്ന് ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. അഷ്ടനാഗങ്ങളിൽ ഏറ്റവും പ്രധാനി ജ്യേഷ്ഠനായ സാക്ഷാൽ അനന്തൻ തന്നെയാണ്. വിഷ്ണു ഭഗവാന്റെ ശയ്യയും ഛത്രവും അനന്തനാണ്. ഭഗവാനെ തൻ്റെ ഉടലിൽ താങ്ങുന്ന അനന്തൻ തികച്ചും സാത്വികനായൊരു സർപ്പദേവനാണ്. വിഷ്ണു ഭഗവാനോടൊപ്പം മാത്രമല്ല ശിവനോടും ഗണപതിയോടുമൊപ്പവും ശ്രീ അനന്തൻ സ്വാമിയുണ്ട്. ശിവന്റെ ശിരോഭൂഷണമായി ശോഭിക്കുന്ന അനന്തൻ ഗണപതിയുടെ കടീബന്ധത്തിലും ഇരിക്കുന്നുണ്ട്. നാഗങ്ങൾ വസിക്കുന്ന ലോകത്തിന് നാഗലോകം എന്നാണല്ലോ പേര്. ഈ നാഗലോകത്തിൽ സാധാരണ മനുഷ്യന്മാർക്കൊന്നും എത്തിച്ചേരാൻ സാധിക്കില്ല. ഭീമൻ മുതലായ അസാമാന്യമായ ഈശ്വരാംശമുള്ള വ്യക്തികൾ അവിടെ എത്തിച്ചേർന്നതായിട്ടുള്ള കഥയുണ്ട്. വ്യാസദേവൻ ശ്രീമദ് ഭാഗവതത്തില് 5-ാം സ്കന്ധത്തിലെ 24-ാം അധ്യായത്തിലെ 31-ാം ശ്ലോകത്തില് നാഗവാസികളായ സർപ്പങ്ങളെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട്. അതായത് രസാതലത്തിനിടയിൽ പാതാളത്തില് സാക്ഷാൽ വാസുകി, ശംഖൻ, കലികൻ, ധനഞ്ജയൻ, കംഭലൻ, ശംഖചൂടൻ, മഹാശങ്കൻ, ശ്വേതൻ, ദേവദത്തൻ, ധൃതരാഷ്ട്രൻ തുടങ്ങിയ മഹാനാഗങ്ങൾ വസിക്കുന്നുണ്ട്. അവയുടെ 5, 7, 10, 100, 1000 എന്നിങ്ങനെ കാണപ്പെടുന്ന ഫണങ്ങളിൽ ഉള്ളതായ ദിവ്യരത്നങ്ങളുടെ ശോഭ കൊണ്ട് അന്ധകാരം നീങ്ങി പാതാളലോകമാകെ പകൽ പോലെ പ്രകാശിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ പ്രധാന സർപ്പങ്ങളുടെ എല്ലാം ശിരസിലെ മാണിക്യശോഭ അത്രയധികം മഹത്തരമാണ് എന്ന് സാരം. സൂര്യൻ്റെ പ്രഭ ഭൂമിയിലെ അന്ധകാരം നീക്കി പ്രകാശപൂരിതമാക്കുന്നത് പോലെ ഈ നാഗശ്രേഷ്ഠന്മാരുടെ ശിരസിലെ രത്നശോഭ പാതാളത്തിലെ അന്ധകാരത്തിനെ നീക്കി ശോഭമയമാക്കുന്നു. അത്ര ദിവ്യമായ പ്രഭയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിലെ 25-ാം അധ്യായത്തിലെ ആദ്യ ഭാഗത്തിൽ അനന്തഭഗവാനായ സംഘർഷണമൂർത്തിയുടെ സുന്ദരവർണ്ണനയുണ്ട്. പാതാളത്തിലെ മൂലഭാഗത്തായിട്ടാണ് സംഘർഷണമൂർത്തിയായ അനന്തഭഗവാൻ ശോഭിക്കുന്നത്. തൻ്റെ അന്തമില്ലാത്തതായ ശരീരത്തിനെ ചുരുക്കി 30,000 യോജന പ്രദേശത്താക്കി അദ്ദേഹം അവിടെ നിലകൊള്ളുന്നു. കാണപ്പെടുന്ന വസ്തുവിൻ്റെയും കാണുന്നവൻ്റെയും അഭേദഭാവനയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ അനന്തദേവൻ സംഘർഷണൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹം സർപ്പരാജാക്കന്മാരുടെ നമസ്കാരാദി ഭക്തിപൂജയിൽ പ്രസന്നനായി സർവ്വലോകരെയും അനുഗ്രഹിച്ച് അവിടെ സസന്തോഷം കുടികൊള്ളുന്നു എന്നാണ് പറയുന്നത്. ശ്രീ അനന്തസ്വാമി തൻ്റെ 1000 ഫണങ്ങളിൽ ഒന്നിൽ ഭൂമിയെ താങ്ങി നിൽക്കുന്നു എന്നാണ് പുരാണങ്ങളിൽ കാണപ്പെടുന്നത്. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് അദ്ദേഹം ഈ സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനന്തൻ സ്വാമി തൻ്റെ ഒരു ഫണത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുമ്പോഴുണ്ടാകുന്ന പ്രകമ്പനമാണ് ഭൂമികുലുക്കം എന്നും പണ്ടുള്ള വ്യക്തികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അനന്തഭഗവാന് ആദ്യം ഒരു തല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പിന്നീട് 1000 തലയായി തീർന്നതാണ് എന്നും ഒരു ഐതിഹ്യമുണ്ട്. അതിനെക്കുറിച്ച് ഇനി വരും വീഡിയോയിൽ വിശദമാക്കാവുന്നതാണ്. സത്യധർമാദികളിൽ നിന്നും അണുവിട വ്യതിചലിക്കാതെ പ്രത്യേകിച്ച് ഒരാഗ്രഹവും കൂടാതെ ബ്രഹ്മദേവനെ തപസ്സുകൊണ്ട് പ്രസാദിപ്പിച്ചതിന് ബ്രഹ്മാവ് അനന്തന് നൽകിയ വരത്തിൻ്റെ പേരിൽ ലഭിച്ച നാമമാണ് ആദിശേഷൻ. എല്ലാം നശിച്ചാലും നീ ശേഷിക്കുമെന്നാണ് ബ്രഹ്മാവ് പറഞ്ഞത്. ആദ്യമായി എല്ലാ നാശത്തിലും നശിക്കാതെ എന്നെന്നും നിലനിൽക്കുന്നതിനാൽ ആദിശേഷനായി തീർന്നു. എല്ലാ ലോകങ്ങളെയും വഹിക്കുന്നതിനുള്ള വരവും അദ്ദേഹത്തിന് സിദ്ധിച്ചു. അങ്ങനെയാണ് അനന്തന് ശേഷൻ എന്ന പ്രത്യേക നാമവും ഭൂധരൻ എന്ന നാമവും ലഭിച്ചത്. ഇത് ശ്രീ അനന്തമൂർത്തിയുടെ ഒരു ധ്യാന ശ്ലോകമാണ്.
പ്രസ്തുത ശ്ലോകം ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ അനന്തസ്വാമിയെ സ്തുതിക്കുന്ന ഒരു വർണ്ണനയാണിത്. ഇതിനർത്ഥം ഇപ്രകാരമാണ്: വിശ്വേശ്വരനായ മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ശയ്യയായി അങ്ങ് ശോഭിക്കുന്നു. ലോകങ്ങളെയെല്ലാം തന്നെ വഹിക്കുന്നത് അവിടുന്നാണ്. ഭൂധരനായ അങ്ങ് തന്നെയാണ് സർവഭൂതങ്ങളിലും അന്തർമയനായി ശോഭിക്കുന്നത് എന്ന് വേദങ്ങളും ഘോഷിക്കുന്നു. അങ്ങനെ സർവ്വവേദങ്ങളിലും വർണ്ണിക്കപ്പെടുന്ന വിശുദ്ധവും വിശാലവുമായ കീർത്തിയോടുകൂടി വിലസുന്ന അവിടുന്ന് പാപഹരിയാണ്. പാപങ്ങളെയെല്ലാം തന്നെ നശിപ്പിക്കുന്നവനാണ് അങ്ങ്. അങ്ങ് തന്നെയാണ് ദുഷ്ടനിഗ്രഹം ചെയ്ത് രക്ഷിക്കേണ്ടവരെയെല്ലാം തന്നെ രക്ഷിക്കുന്നത്. അവിടുന്ന് സർവജ്ഞനും സർവസാക്ഷിയും ആകുന്നു. അങ്ങ് അറിയാതെ ഈ ലോകത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഇപ്രകാരം ദുഷ്ടനിഗ്രഹകനും സജ്ജനപാലകനും സർവജ്ഞനും സർവസാക്ഷിയും സകലത്തിലും ശോഭിക്കുന്നവനുമായ അവിടുന്ന് സകല വിഷഭയങ്ങളെയും തീർത്ത് കാത്ത് രക്ഷിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത വീഡിയോയിൽ അനന്തഭഗവാന് 1000 തല ഉണ്ടായതിൻ്റെ ഐതിഹ്യകഥ വിവരിക്കാം. നന്ദി, നമസ്കാരം.